മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. റോഡും തോടും പുഴയും തിരിച്ചറിയാനാകാത്ത വിധം ആലുവ അടക്കമുള്ള മേഖലയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ആലുവ പുളിഞ്ചോട് മേഖലയിലടക്കം അതിരൂക്ഷമായി വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. റോഡ് ഒരു പുഴ പോലെ ഒഴുകുന്ന സാഹചര്യമാണ്. ആളുകൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആളുകൾ പറയുന്നത് സമീപത്തെ വീടുകൾ, കടകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതാ ഈ റോഡിലൂടെ എങ്ങനെ നടന്ന ആളുകൾ പോകും, ഇരുചക്ര വാഹനങ്ങൾ പോകുമെന്നതാണ് ഉയർന്ന ചോദ്യം. ഇപ്പോൾ ഒരാൾ ടയറിൽ കിടന്ന് ഈ വെള്ളക്കെട്ടിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഇങ്ങോട്ടൊക്കെ വന്ന കുഴിയാണ് കേട്ടോ, പെട്ടുപോകും ഞാന്. ചേട്ടനൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്റെ പേര് സനോജ് KD എന്ന് പറയും. പിന്നെ എന്നെ ചുരുക്കം അറിയാവുന്നവര് എന്നെ SK എന്ന് പറഞ്ഞ് വിളിക്കും. അതാണ് എന്റെ പേര്. ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ചാളായിട്ട് എന്നെ എല്ലാവരും അറിയുന്നുണ്ട്. വേറെ ഒന്നല്ല, ആ TV ന്യൂസിൽ കണ്ടത്. ഒന്ന് പ്രതിഷേധിച്ച് നോക്കുക, അത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒരു ട്യൂബ് ഇട്ടുകൊണ്ട് ഇറങ്ങി. ഇപ്പൊ എന്നെ ഒരാളും അറിയില്ലെങ്കിലും ഇപ്പൊ എല്ലാവരും അറിയുന്നുണ്ട്. ചിലവർ കാണുമ്പോൾ ചോദിക്കും, ഈ ചേട്ടാ ട്യൂബിൽ കിടന്ന് ഇറങ്ങിയ ആളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സനോജ് ഇവിടെ വന്നപ്പോൾ 1994 അപ്പോൾ വരുമ്പോൾ ഒരു കൊച്ച് എന്താ പറയുക, 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളൊരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിലാണ് വന്നത്. അപ്പോൾ ഒരു സനോജിൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്, പിന്നെ മോന്. അപ്പോൾ അവനാണ് പറഞ്ഞു വിട്ടത്. അവൻ ഇവിടെ വന്നപ്പോൾ പണി പഠിക്കാൻ എനിക്ക് തോന്നിയില്ല, പണിയൊന്നും പഠിക്കുന്നു ഇങ്ങനെ ഒരു ആയിട്ടില്ല, അത്രക്ക് ഒരു പരുവായിട്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും ആയിട്ടാ പണി പഠിക്കാൻ ഞങ്ങളും 2 പേരുള്ളൂ. അപ്പോൾ പിന്നെ ഒരാൾ കൂടി ഇതാക്കിയിട്ട് അങ്ങനെ പണി പഠിച്ചേ. അപ്പോൾ എൻ്റെ ആശാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോലി എടുക്കാനുള്ള ആരോഗ്യമുണ്ട്, അന്നവരെ നിർത്താം എന്നുള്ള രീതിയിൽ നിർത്തി. ഈ പണി എന്ന് പറഞ്ഞാൽ ഇത്തിരി ഹാർഡ് വർക്കാണ്. അതിനെ കൊണ്ട് നിർത്തി, അങ്ങനെ പണി പഠിപ്പിച്ചു. അപ്പോൾ ഇവർ വണ്ടിയുടെ അടി കയറുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചെറിയ ആശാൻ പറഞ്ഞു, നീ ഇട്ടോ ഇൻ്റെ ഇട്ട് പറയണം, അടി കയറി പണിയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അടി കയറണം. അടി കയറി എൻ്റെ കയ്യിൽ സ്പാൻഡ് കൊടുത്തിട്ട് ഇത് അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അഴിച്ചു. അങ്ങനെ പണിത് പതുക്കനെ പണി പറ്റു. അപ്പോൾ എൻ്റെ ചെറിയ ആശാൻ പറഞ്ഞു, എടാ നീ എന്നെ ആശാനെന്ന് വിളിക്കണ്ട, ജർസൻ ചേട്ടാന്നൊന്ന് വിളിച്ചായിരുന്നു. കാര്യം കഷ്ണാണെങ്കിലും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു കുശുമ്പുണ്ടാക്കും, ആ സ്നേഹം കൊണ്ടുള്ളത് കുശുമ്പാണ്. അന്ന് 94 തോന്നുന്നു. അന്ന് തുടങ്ങി ഞാൻ അവിടെ പണിയുണ്ട്. അന്ന് ഈ പറഞ്ഞ ഒന്നുമില്ലേ ഈ ആലുവയിൽ. ആകെയുള്ളത് ഒരൊറ്റ വരി പാത മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ വരി പാത കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ കാലം തുടങ്ങി എനിക്ക് ഈ ആലുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഒരു രസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു രസമല്ല, വെള്ളം പോകണം കാണാൻ വേണ്ടി രസം നോക്കി ഞങ്ങളും ചെന്നു. അപ്പോൾ ഇവനും വന്നു. പിന്നെ അപ്പോൾ വെള്ളത്തിലിറങ്ങി പിന്നെ അവിടെ നിന്ന് തന്നെ പറയേണ്ടത് ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള പരിപാടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാന ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല താഴെയുള്ള കാനുകൾ, ഏകദേശം എൻ്റെ അത്രയും ഹൈറ്റുണ്ട്. ഞാൻ പൊക്കം കുറവാണ്, എന്നാലും ഒരു 5 അടി കൂട്ടിക്കോ, അത്രയും താഴ്ചയുണ്ട്. പക്ഷേ കാലക്രമേണ മഴ പെയ്ത് ഈ ചെളി നിറഞ്ഞു ആകെ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ വെള്ളം ഒഴുകാനുള്ളൂ. ഈ വെള്ളം ഇവിടുന്ന് തള്ളൂല. ഈ വെള്ളക്കെട്ട് മാറണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ ഒരു കാന പോകുന്നുണ്ട് ക്രോസ് ആയിട്ട്. അതിൻ്റെ അകത്ത് നിറച്ച് മാലിന്യം തള്ളി കാണും. പിന്നെ ഫ്ലൈ ഓവറിൽ നടുക്ക് ടൈലിട്ടേക്കണം. ഈ ടൈലെല്ലാം കുത്തി പൊളിച്ച് സ്ലാബൊക്കെ നീക്കിയിട്ട് വേണം ഈ മാലിന്യം മാറ്റാൻ. അത് മാറ്റാണ്ട് ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിയില്ല. വെള്ളം പൊങ്ങി കണ്ടു നിൽക്കാന്നല്ലാണ്ട് അതിന് പ്രതിഷേധിക്കാനായിട്ട് ഒരാൾക്കും താല്പര്യമില്ല. എന്നിട്ട് ചെയ്യാം. അങ്ങനെയാണോ? അതിപ്പോൾ നമ്മൾക്കത് പറ്റില്ല കേട്ടോ. നമ്മൾ പിന്നെ നമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിൽ ദൂഷം ചെയ്യുന്നുള്ള ഒരു ഇത്. ഇപ്പോൾ ഈ പറഞ്ഞത് എല്ലാവരും പറഞ്ഞു എലിപ്പനി പിടിക്കും, ഡെങ്കിപ്പനി പിടിക്കും, ഈ ചെളിവെള്ളത്തിൽ കിടന്ന് എന്ത് കാര്യമുണ്ടെന്ന് എനിക്ക് എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആശാന്മാർ പിന്നെ നമ്മുടെ കൂടെ പണിയുന്ന കുട്ടനെയും വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു ചമ്മൽ
ഒരു നാണക്കേട്. ഞാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു. കുറേ രാഷ്ട്രീയപരമായിട്ട് തട്ടിപ്പുണ്ട്. നമുക്കത് എടുത്ത് പറയാൻ പറ്റില്ല, കാരണം എനിക്കും നാളെ ജീവിക്കേണ്ട കുടുംബമായിട്ട്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടിവിടെ ഒരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. എന്തോരം കിട്ടിയാലും കഴിക്കും. വയറിറഞ്ഞ കഴിക്കില്ല. അതിപ്പോ എല്ലാവരും അങ്ങനെയാണ്, വയറിറഞ്ഞ കഴിക്കില്ല. വേറെ ആരാ കഴിക്കണ? വയറിറഞ്ഞ ഒരാളും കഴിക്കില്ല. വയറ് നിറയണ കഴിക്കില്ലേ? എനിക്ക് ചോറാണെങ്കിൽ ഇറങ്ങൂല്ലോ. എന്തേ ബിരിയാണി മാത്രമേ ഇറങ്ങുള്ളൂ? പൊറോട്ട. ഓ വെരി ഗുഡ്, നല്ല സാധനം പൊറോട്ട. പൊറോട്ട ഒന്നും കഴിക്കരുത് തീർക്കാൻ, സാധനം വയറിന് കേടാ. ആളിച്ചിരി ദേഷ്യക്കാരനാ. ഇഷ്ടമുള്ളത്ത കാര്യം ചിലപ്പോൾ ഫേസ് ടു പറയും, പക്ഷെ അത് എല്ലാവർക്കും അപ്സെറ്റ് ചെയ്യണമെന്നില്ല. അപ്പം ദേഷ്യമുണ്ട്, എന്നാൽ അതനുസരിച്ച് ആൾക്ക് സ്നേഹമുണ്ട്. ഒത്തിരി പാവല്ല, എന്നാൽ ഒത്തിരി റഫ് ആൻഡ് ടഫ് അല്ല. ഇടയ്ക്ക് അങ്ങനെ എങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോകും, മീൻ പിടിക്കാനും കൊണ്ടു. അവനെ ഞാനാണ് കൂടുതലും ആൾക്കാർ. മോളെ പിന്നെ ആൾ തൊട്ടിട്ടില്ല. തല്ലെന്ന് പറയുന്നത് ആളുടെ ഇതിലില്ല. ദേഷ്യപ്പെടും, ചീത്തയും പറയും, ഒത്തിരി ലാളിക്കുകയും ചെയ്യില്ല, എന്നാൽ ഒത്തിരി കണ്ടീഷൻസ് ഇടുന്നുണ്ട്. എനിക്കാദ്യം ഫസ്റ്റ് അടുപ്പേക്ക് ചിരിയോ വന്നത്, ഈ മനുഷ്യൻ എന്തിനായി ഈ അഴുക്കുവെള്ളത്തിൽ നീന്താൻ പോയെന്ന. ചിരിക്കായിരുന്നു. ഇവിടെ ആരും ഉണ്ടായില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിച്ചിട്ട് അപ്പുറത്തുള്ള ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. എന്തിങ്ങനെ ചിരിക്കണേന്ന് വെച്ചോണ്ട് ആദ്യം അപ്പുറത്തെ വെള്ള ചേച്ചി വന്ന് പറഞ്ഞു ഇങ്ങനെ കാട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ വിശ്വസിക്കാൻ പോയില്ല, കാരണം അവിടുന്ന് പണിക്കുന്ന പറഞ്ഞോണ്ട് പോയ ആള് ടൂവി കിടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ പോയില്ല. മെട്രോ ആണ്, ഇത് ജലമെട്രോ ആണ്. അവിടുന്ന് ഒരു ബോട്ട് ഇടാണെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ട് പാസ് ചെയ്യാൻ. കൊച്ചി മാത്രമല്ല, ആലുവയിലും വാട്ടർ മെട്രോ വന്നു. പരിഹാസത്തോടെ പറയുകയാണെങ്കിൽ ഇത് ഗതികേട് കൊണ്ട് ആളുകൾ പറയുന്നതാണ് കേട്ടോ. ഇല്ല, അതിലിപ്പോൾ ഒരു മെസ്സേജാണ് ആൾ പുള്ളി കൊടുത്തേക്കുന്നത്. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ധൈര്യം പുള്ളി കാണിച്ചു. പ്രോപ്പർലി ആൾ അങ്കമാലിക്കാരനാണ്, അവിടെ ജോലിക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷെ അത് അവിടെ ഉള്ളവർ കണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട്, കടക്കാരും ഞങ്ങളും എല്ലാവരും. അയാളും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-30 വർഷമായത്. ഞാനിവിടെ 93 താമസിക്കുന്നതാണ്. അന്ന് മുതൽ പ്രശ്നമുണ്ട്. പരാതിപ്പെടുമ്പോൾ എല്ലാവരും പരാതിപ്പെട്ടിട്ടുണ്ട്. കടയിലൊക്കെ ഇവിടെ ഈ ഡോറൊക്കെ തള്ളിപ്പോയതാണ്, ഡോറ്, ഈ ഗ്ലാസ് എല്ലാം. മഴക്കാലം വന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. പിന്നെ ജൂൺ ആകുമ്പോഴത്തേക്കും മഴക്കാലം തുടങ്ങും. അപ്പോൾ ആദ്യം അവർ ചെയ്യേണ്ട മുൻകരുതൽ എന്ന് വെച്ചാൽ എല്ലാ തോടകളും കാനകളും മാലിന്യങ്ങളൊക്കെ നീക്കി ശുദ്ധമാക്കി വെക്കുകയാണെങ്കിൽ ആ മഴവെള്ളം ഒഴി പൊക്കോളും. പരാതിയൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ട് ഈ മഴയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 3-4 പേര് ഇവിടെ ക്ലീൻ ചെയ്യണം, മറ്റേ റെയിലിൻ്റെ അടുത്തുള്ള കാന ക്ലീൻ ചെയ്യണം, കാട് മുളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രതിഷേധം കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ മഴ പെയ്തു. പക്ഷെ ഇവിടെ റോഡിൽ ഒരു തരി വെള്ളം കിട്ടിയില്ല, ഒരു ഇഞ്ച് കണത്തിന് പോലും വെള്ളം കിട്ടിയിട്ടില്ല. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഈ മഴ കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത് ഇപ്പോൾ വെള്ളം നിൽക്കണില്ല. ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ സുഖമായിട്ട് അതിവിടെ വണ്ടികൾ പോകുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് കുറവ് ഉത്തരവാദിത്തക്കുറവുണ്ട്. അവർ കിട്ടുന്ന മാലിന്യം കിട്ടുന്നോട്ട് എവിടെ സൂക്ഷിക്കാൻ പറ്റുമോ, എവിടെ ഒഴിപ്പിക്കാൻ പറ്റുമോ അവിടെ കൊണ്ട് ഒഴിപ്പിച്ചിടും. ഇത് എല്ലാം കൂടി ചെന്ന് കയറുന്നത് കാനയിലേക്കാണ്. ഈ കാന ക്ലീനാക്കാൻ മുനിസിപ്പാലിറ്റി തയ്യാറല്ല, അല്ലെങ്കിൽ നഗരസഭ തയ്യാറല്ല, ഇവർ ചെയ്യില്ല. ഇതെല്ലാം കെട്ടിക്കിടന്ന് ഒരു വർഷം കഴിയുമ്പോൾ മഴക്കാലം തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാം കൊണ്ട് അടിഞ്ഞു കൂടി ഇതാവും. പിന്നെ വെള്ളം ഒഴുക്കില്ല, അങ്ങനെ വെള്ളം മുങ്ങുന്നതാണ്. ഇതിലിട്ട് അവർക്കൊരു സമാധാനം കിട്ടും, അങ്ങനെയും അടയാം.
കൊറേയൊക്കെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കണാണ്. ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് ഞാൻ ഉള്ള സംഭവങ്ങൾ പറയണതാ. കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണില്ല അവിടെ. ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെയാ. അത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെയാണ് എല്ലാവരും. കുറച്ചൊക്കെ നമ്മൾ ഇപ്പൊ സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത്, കുറച്ചൊക്കെ നമ്മൾ പബ്ലിക്കും ശ്രദ്ധിക്കണം. സർക്കാർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അത് അവരൊരു കുറ്റം. കുറേയൊക്കെ നമ്മളും നോക്കാന്ന് അത് നമ്മൾ ചെയ്തില്ല എന്നുള്ളത് ജനങ്ങളിലെ കുറ്റമാണ്. അത് അവരാ ഹോട്ടലിൽ നിന്നൊക്കെ വേസ്റ്റ് പോണതൊക്കെ ചിലപ്പോൾ ആ കനാലേക്ക് ആയിക്കോളൂ, ഒക്കെ കെട്ടി കിടക്കുന്നുണ്ട്. പറയുമ്പോ എല്ലാവരും പറയണം. പറയണം, മുനിസിപ്പാലിറ്റിനെയും പറയണം. അത് പറഞ്ഞു, നമ്മള് ഫൈറ്റ് ചെയ്യുന്നിടത്ത് ഫൈറ്റ് ചെയ്യുക, ചെയ്യാൻ പാടിടത്ത് നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുക. തെറ്റാണെന്ന് തോന്നി നമുക്ക് പ്രതിഷേധിക്കുക. അത് ഏതൊരു പൗരന് അവകാശമുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യാം. അത് വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, അവര് വന്ന് ഇറങ്ങിക്കോളും, ഞാനായിട്ട് ഇറങ്ങണ്ടേ. ഇപ്പം എനിക്ക് വേണ്ടി ചിന്തിക്കായിരുന്നു, അവരാരും ഇറങ്ങട്ടെ, നമുക്കിവിടെ കാഴ്ചക്കാരോട് നോക്കിയിരിക്കാം എന്നുള്ള രീതി എനിക്കും എടുക്കായിരുന്നു. പക്ഷെ ആരും ഇറങ്ങണില്ല. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ തോന്നി, ഞാനപ്പോൾ ഒരു ട്യൂബ് ഒപ്പിച്ചു ഞാൻ ഇറങ്ങി. ഞാൻ പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങി. വീട്ടിൽ എൻ്റെ മോള് മാത്രമേ എന്നെ കുറ്റം പറയുന്നുള്ളൂ. അപ്പൊക്ക് വല്ല ആവശ്യമുണ്ട് ഈ പരിപാടിക്ക് ചെയ്യാനായിട്ട്. അപ്പൊക്ക് നാണാവില്ല. ഞാൻ എന്തൊരു നാണക്കേടെന്നിട്ടാ. ഇപ്പൊ നമ്മുടെ മക്കളുടെ അടുത്ത് പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യം വന്നാലും എന്തിനു വേണ്ടിയായാലും വാ തുറന്ന് സംസാരിക്കുക, വാ തുറന്ന് പ്രതിഷേധിക്കുക, വാ തുറന്ന് പ്രതിരോധിക്കുക. അങ്ങനെ വേണം പിള്ളേർ വളരാൻ. അല്ലാണ്ട് അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. അല്ലാണ്ട് എനിക്കൊന്നും വയ്യാന്ന് പറഞ്ഞ് അടച്ചുകൂട്ടി ഒരു പൂച്ചനെ പോലെ വീട്ടിലിരുന്നൊരു കാര്യമില്ല. പ്രതിരോധിക്കേണ്ടവർക്ക് പ്രതിരോധിക്കുക, പ്രതിഷേധിക്കുന്നവർക്ക് പ്രതിഷേധിക്കുക. ഇത്രേ ഉള്ളൂ എനിക്ക് മക്കളുടെ അടുത്ത് പറയാനുള്ളത്. ഇതിങ്ങനെ ന്യൂസിൽ വന്നപ്പം സ്കൂളിലൊക്കെ കൂട്ടുകാരൊക്കെ കണ്ടായിരുന്നു. അവര് കണ്ടു, പക്ഷെ അവർക്ക് മനസ്സിലായില്ല. എന്റെ അപ്പനാന്ന് അവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അറിയിക്കാനും പോയില്ല. ഉള്ളതുപോലെ പറഞ്ഞാൽ പറയാ. എന്താ അച്ഛൻ നീന്തണം എന്താ ഇഷ്ടപ്പെട്ടത്? എനിക്ക് കുളിക്കണമെന്ന് തോന്നി. അത് ചെളികളല്ലേ? അതേപോലെ തന്നെ ഇവനെ നീന്തലൊന്ന് പഠിപ്പിക്കണം. പക്ഷെ ഇപ്പോൾ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല.